വമിൻഹു ഫമിൻഹു യഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വെച്ചത് ഭക്ഷണം വായയിലേക്ക് കൊടുക്കാനേ നമ്മളെ കൊണ്ട് കഴിയുന്നുള്ളൂ. ഈ അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യണം, നമ്മുടെ ആമാശയത്തിന് ദഹിപ്പിക്കണം. ദഹിപ്പിക്കണമെങ്കിൽ ആമാശയം എന്നത് മാംസത്തിന്റെ ഒരു ബ്ലാഡറാണ്. അതിന്റെ ഉള്ളിൽ ഒരുപാട് എൻസൈമുകൾ, ഒരുപാട് ലിക്വിഡുകൾ, ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ട് വേണം അതിന് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷണങ്ങൾ എടുത്തു തീർക്കാൻ അതിനെ ശരിക്കും ദഹിപ്പിക്കണം. ആമാശയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ നമുക്കൊന്നുമേ ചെയ്യാൻ പറ്റില്ല. ഇത് അല്ലാഹുവിന്റെ ഇടപെടലാണ്. ഭക്ഷിച്ചു കഴിഞ്ഞു, അകത്തുപോയി, അത് പോയിസണസ് ആണെന്ന് വിചാരിക്കുക, ശരീരത്തിന് ഹാംഫുൾ. പക്ഷേ അത് ഉപകാരമുള്ള നല്ല ഭക്ഷണമാണ്. നമുക്കൊരു ഫുഡ് ഇൻഫെക്ഷനും സംഭവിക്കുന്നില്ല. പിന്നെ അത് ന്യൂട്രീഷ്യസ് ആയി മാറുകയാണ്, ശരീരത്തിന് ഉപകാരപ്പെടണം. അതിന് ആ നെയ്യുള്ള ഭാഗം ഒരു ഭാഗത്തേക്ക് പോകണം, ഫാറ്റുകൾ ഒരു ഭാഗത്തേക്ക്, പ്രോട്ടീനുകൾ ഒരു ഭാഗത്തേക്ക്, ഫൈബർ മറ്റൊരു ഭാഗത്തേക്ക്, വേസ്റ്റുകൾ മറ്റൊരു ഭാഗത്തേക്ക്. വെള്ളം ആമാശയത്തിലേക്ക് കൊടുത്തു, ഞരമ്പുകൾ ഏറ്റെടുത്തു, ബ്ലഡാക്കി മാറ്റുകയാണ്. നേരെ പോകണം ബ്ലഡ് ഫാക്ടറിയിലേക്ക്, ഹാർട്ടിലേക്ക്. ഹാർട്ടിലെത്തിയ ബ്ലഡ് പിന്നെ തിരിച്ചു കൊണ്ടുപോകണം, ബ്രെയിനിലേക്ക് ബ്ലഡ് പോകണം, കൈകാലുകൾക്ക് ബ്ലഡ് വേണം. ഇതൊക്കെ ചെയ്തത് ആരാ ഇതൊക്കെ ചെയ്തത്? നമ്മൾ ഉരുട്ടി വിട്ടിട്ടേ ഉള്ളൂ. അതങ്ങനല്ലേ പറയാ? ബാക്കി ചെയ്തതൊക്കെ പടച്ചവനാ. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? വആയത്തുൽ ലഹും, ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമല്ലയോ? ഇതിനാ ബിസ്മി ചൊല്ലി തിന്നണമെന്നും കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണമെന്നും പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല, അല്ലാഹുവിന് ഭക്ഷണം കഴിക്കൽ ഇഷ്ടമാണ്. ഫയുഹ്മദ അലൈഹി, അത് കഴിഞ്ഞിട്ട് ഒരു ഹംദ് ചൊല്ലുമ്പോൾ ആ ഭക്ഷണം കഴിച്ചത് ഇഷ്ടമാണ്. വയുഹിബ്ബുശ് ശർബ ഫയുഹ്മദ അലൈഹി, വെള്ളം കുടിക്കുന്നതും ചായ കുടിക്കുന്നതും കോഫി കുടിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഫയുഹ്മദ അലൈഹി, കഴിഞ്ഞിട്ടൊരു അൽഹംദുലില്ലാ എന്ന് പറയാൻ മടിക്കല്ലിൻ. ഒന്ന് പറയിൻ. ആരെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ആൾക്ക് ഓർമ്മ വരും. അത് വലിയൊരു അത്ഭുതമാണ്. ചില ദിക്ർ ചൊല്ലാതിരിക്കുമ്പോൾ വിഷം വരും. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഒരാളങ്ങോട്ട് തുമ്മി. ആ തുമ്മുമ്പോൾ പറയാ, നമ്മളെ മലയാളികൾക്ക് വല്ലാത്ത സൗണ്ട് ഉണ്ട് തുമ്മാൻ. അത് ചെറുപ്പത്തിലേ തുമ്മി ശീലിച്ചതാണ്. ഒരൽപ്പം സൈലൻസർ വെച്ച് കുറക്കാൻ നോക്കണം, പറ്റുന്നവര്. ഖാറി തുപ്പുന്ന ഏർപ്പാട് നമ്മളെ മലയാളികൾ നിർത്തണം. എന്ന് പറഞ്ഞ മനുഷ്യന്മാർ അടി കിട്ടും, അടുപ്പേർന്നൊക്കെ അങ്ങനെ കാറിയാൽ. ഭയങ്കര മോശപ്പെട്ടെന്നാ. ശരിക്കും നമ്മളൊരു എയർപോർട്ടിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്ഥലത്തോ ഒരു വാഷ് ബേസിൽ നിന്ന് കാറരുത്. ഒന്ന് ശബ്ദം മിനിമം കുറച്ചിട്ടേ ചെയ്യാവുന്ന. നമ്മൾ ഡൈനിങ് ഹാളുണ്ട്, തൊട്ടിപ്പുറത്ത് വാഷ് ബേസിൽ ഒരു കൂട്ടർ അങ്ങനെ തിന്നണ, ഇപ്പുറത്ത് ഹാന്ന് പറഞ്ഞ ഒരാൾ വാഷ് ബേസിൽ. ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ട സംഗതികൾ. ആരാതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എനിക്കറിയില്ല. ഞാനിത് പറഞ്ഞുതരാണ്. നമ്മളെങ്കിലും ശ്രദ്ധിക്കുക. അതൊക്കെ അടുത്തുള്ളവർ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. കാറി തുപ്പുന്നത്, ശബ്ദമുണ്ടാക്കുന്നത്, കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുന്ന മുറുക്കുന്ന ഇറക്കുന്ന ശബ്ദം വരാൻ പാടില്ല. അതെന്റെ അച്ചടക്കത്തിൽപ്പെട്ടതാ. വെള്ളം കുടിക്കുമ്പോഴേ പോകുന്ന പോക്ക് ഇങ്ങനെ അറിയുന്നുണ്ട്, നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നുണ്ടോ വെള്ളം കുടിക്കുന്ന സൗണ്ട്. ഇങ്ങനെ ഒന്നാവരുത്. സുബ്ഹാനല്ലാഹ്. മെല്ലെ. അതിനൊക്കെ ഒരു അച്ചടക്കം ഉണ്ട്. അതൊക്കെ ഭക്ഷണത്തോടുള്ള ബഹുമാനവും കൂടിയാണ്. നമ്മൾ അങ്ങനെ ചെയ്യാവൂ. ഒരാൾ തുമ്മി, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ തുമ്മിയപ്പോൾ ഇയാൾ അൽഹംദുലില്ലാഹ് പറയേണ്ടതിന് പകരം അതങ്ങനെ നടക്കുക. ബഹുമാനപ്പെട്ടവർക്ക് വിഷമായി. യാ റബ്ബേ, തുമ്മിയിട്ട് ഇയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അയാൾ അടുത്തേക്ക് വിളിച്ചു. അല്ല സഹോദര, ഇസ്ലാമിൽ ഒരാൾ തുമ്മിയാ പറയേണ്ടത് ദിക്റെന്താ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. എന്താ? അൽഹംദുലില്ലാഹ്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവര്. അവനായിട്ടത് പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അതിന് മറുപടി ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഒരു അൽഹംദുലില്ലാഹ് അങ്ങനെങ്കിലും പറഞ്ഞല്ലോ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അൽഹംദുലില്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ ഓർമ്മിപ്പിക്കണം. സദസ്സിൽ ഒരുമിച്ചിരിക്കുകയാണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരാളെങ്കിലും ഒരു ഉറക്ക ബിസ്മില്ലാ എന്ന് പറയാം. അപ്പൊ എല്ലാവരും അത് കേട്ട് ബിസ്മി ഓർമ്മ വന്നു. കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഏമ്പക്കം വിട്ടിട്ട് എഴുന്നേൽക്കുന്നത് അല്ലല്ല. അതിന്റെ മുമ്പേ അക്സറുന്നാസി അശദ്ദുന്നാസി ജൂഅൻ യൗമൽ ഖിയാമ അക്സറുഹും ജശഅൻ ഫിൽ ദുനിയാ, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകളാണ് നാളെ പരലോകത്ത് ഏറ്റവും വിശക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനർത്ഥം ഏമ്പക്കം വരുന്നവരെ ഭക്ഷണം കഴിക്കരുതെന്നാണ്. ഏമ്പക്കം വന്നാൽ ഇംഗ്ലീഷുകാർക്കൊരു പരിപാടി ഉണ്ട്. അങ്ങ് ഒരു ബേർപ്പ് വന്നാൽ എക്സ്ക്യൂസ് മീ എന്ന് പറയും. നമ്മളാ ബിരിയാണിന്റെ ഫുൾ സ്മെല്ല് അല്ലേ എല്ലാവർക്കും മണക്കാനായല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കുറച്ച് മാനേഴ്സ് നമുക്കും ആവാം. ഏമ്പക്കൊക്കെ വളരെ പിടിച്ചു നിർത്തുക, സൗണ്ട് വരരുത്.
മുസ്ലിം അങ്ങനെ വയറ് നിറച്ച് തിന്നാൻ പറ്റുന്ന ആളല്ല. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം സ്വലാത്തും നോമ്പും മാത്രമല്ല ശറഅ, ഇതൊക്കെ പഠിപ്പിച്ചതാ. അഷദ്ദുന്നാസി ജൂഅൻ യൗമൽ ഖിയാമ അക്സറുഹും ജശഅൻ ഫിദ്ദുനിയ. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ജശഅ ചെയ്തവർ, ഏമ്പക്കം വേർപ്പ് അത് ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് കൊടിയ വിശപ്പായിരിക്കുമെന്ന് മഹ്ശറായുടെ രംഗം വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിലേക്കുള്ള ആർത്തി തീരുന്നതിന്റെ മുമ്പേ കൈവലിക്കുക. എന്നിട്ട് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവാ. അല്ലാഹുവേ, നിന്റെ ഓശാരമായ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് ഭക്ഷിപ്പിച്ചുവല്ലോ. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന വിഷയങ്ങളല്ലത്. എന്നുമില്ലേ, എപ്പോഴില്ലേ. ബിസ്മി ചൊല്ലിയിട്ട് വലത് കൈ കൊണ്ട് കുടിക്കുന്നത് വലത് കൈ കൊണ്ട്. വലത്തെ കൈ ഇല്ലാന്ന് വിചാരിക്കുക, അപ്പോഴേ ഇടത്തെ കൈ പറ്റുള്ളൂ. കുട്ടികളൊക്കെ ലെഫ്റ്റ് ഹാൻഡഡ് ഉണ്ടാവും, എന്നാലും അവർക്ക് ശീലിപ്പിച്ചു കൊടുക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു കൊടുക്കുക. പറ്റുന്നിടത്തോളം അവർ ചെയ്യട്ടെ. വലത് കൈ കൊണ്ടേ തിന്നാവൂ, വലത് കൈ കൊണ്ടേ കുടിക്കാവൂ, വലത് കൈ കൊണ്ടേ എഴുതാവൂ. ബിൽ യമീൻ, എഴുത്ത് വലത് കൈ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ പഠിപ്പിക്കണം എന്നാണ്. ഇടത് കൈ കൊണ്ട് എഴുതുന്നവരൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ചില ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, ഈ ഭക്ഷണത്തിന് നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്യണേ. നന്ദി ചെയ്യാൻ, ഭക്ഷണത്തിന് നന്ദി ചെയ്യാൻ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുമെങ്കിൽ, സാധിക്കുമെങ്കിൽ ഭൂമിയിൽ ഇരുന്നിട്ട് ഭക്ഷിക്കുക, താഴെ ഇരുന്നിട്ടുള്ള ഭക്ഷണം. നമ്മൾ ബാച്ചലർ റൂമിലൊക്കെ അത് ശരിക്കും പ്രാക്ടിക്കലായി നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഡൈനിങ് ടേബിളൊന്നും ഇല്ലല്ലോ, നമ്മൾ കട്ടിലിന്റെ അടിയിൽ വിരിക്കല്ലേ, പേപ്പറൊക്കെ വിരിച്ചിട്ട്. അറബി പേപ്പറൊന്നും വിരിക്കരുത്, പറയരുത്. ബിസ്മി അബ്ദുള്ളൊക്കെ ഉണ്ടാവും ആ പേരുകളിലൊക്കെ, ശ്രദ്ധിക്കുക. വേറെ പേപ്പറൊന്നും കിട്ടിയില്ലെങ്കിൽ അതിന്റെ പരമാവധി അച്ചടക്കത്തോടുകൂടെ അത് അള്ളാഹുവിന്റെ കലാമിറങ്ങിയ ഭാഷയാണെങ്കിലും എന്ത് തരാ, അത് സ്പോർട്സ് പേജാന്ന് തന്നെ വിചാരിക്കുക, എന്നാലും അള്ളാഹിന്റെ കലാമിറങ്ങിയ ഭാഷയല്ലേ. ഭക്ഷണത്തിലേക്ക് ഒരുപാട് കൈകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറു തുആമി മാ കസറത് അലൈഹിൽ ഐദി. ഏറ്റവും കൂടുതൽ കൈകളുള്ള ഭക്ഷണമാണ്, ഒരുപാട് ആളുകൾ കൈനീട്ടിയെടുക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ള ഭക്ഷണം. അപ്പൊ നമ്മൾ ഈ ഒരാൾക്കൊരു പ്ലേറ്റ് എന്നുള്ള സംവിധാനമൊക്കെ മാറ്റാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ഈ വലിയ സ്ഥാനുകൾ, വലിയ പ്ലേറ്റുകളിൽ നിന്ന് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സ്നേഹബന്ധം, ഒരൽപ്പം അഹങ്കാരമുള്ളവർക്ക് അഹങ്കാരക്കൊന്ന് പോകാനും നല്ലത് അതാണ്. എന്ത് ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. തുടക്കങ്ങൾ വിടുന്നത് ഫേസ്ബുക്കോ വാട്സപ്പുക്കോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുക്കാന്ന്. എന്തല്ലേ എന്റെ മോറ് കാണണ്ട, എന്താണ് ചെയ്യുന്നത്? ഈ ഫോട്ടോ സംസ്കാരം കുറക്കണട്ടെ പൊന്നു ചങ്ങാതിമാരെ. എവിടെ ചെന്നാലും ഒരു ഫോട്ടോ, ആരെ നിർബന്ധമുണ്ടോ? അങ്ങനെ ഫർള് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ഈ ഫോട്ടോ ഏർപ്പാട് നിർത്തണേ. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിൽ വരെ മൊബൈലിട്ട് നടക്കുക, ഫോണേറ്റ്. നിസ്കരിക്കണ നേരത്ത് പള്ളിയിൽ ഫോട്ടോ, പള്ളിന്റെ ഉള്ളിൽ ഫോട്ടോ, പുറത്ത് ഫോട്ടോ. ഇതൊക്കെ അത്യാവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞ വിഷയം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. ഫോട്ടോത്തിലൊന്നും വലിയ വിശ്വാസമൊന്നും എനിക്കില്ല, നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. എന്താ നമ്മളെ കഴിഞ്ഞ കാലങ്ങൾ കണ്ടിട്ട് വയസ്സായി. അത് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നടക്കുന്ന ഒരു പരിപാടിക്ക് ഫോട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ 20 കൊല്ലം മുമ്പത്തെ ഫോട്ടോ കൊടുക്കുക. എന്തായാലും കാര്യം, ഒറിജിനൽ ആളെ കണ്ടാൽ തിരിയില്ല, ഇയാളാണോ? ഞാൻ 20 കൊല്ലം മുമ്പ് ഇത്ര ഗ്ലാമർ ഉണ്ടായിരുന്നു, ഇതാ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കണത്. ചെറുപ്പകാലത്തെ ഫോട്ടോ ഒക്കെ, പടച്ചോനെ പൊന്നു പെണ്ണെ, ഞാനൊക്കെ ഈ ഗ്ലാമറുള്ള കാലത്ത് കുഞ്ഞൊന്നല്ല കിട്ടേണ്ടതിന്, നിന്നെക്കാളും നല്ല ഉഷാറിലുള്ള കിട്ടേണ്ടതായിരുന്നു, പോയി. ഇതൊന്നും പറയണ്ട, അതൊക്കെ പറയാൻ ഇടവരും. അപ്പോ കഴിഞ്ഞ കാലം, വരാനുള്ള കാലം നോക്കി. ആഖിറാണ് ഇനി മുമ്പിലുള്ളത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ആഖിറ വരാൻ പോണത്. അതിലേക്ക് ഒരുങ്ങിക്കോളി ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അപ്പോ ഖൈറു തുആം, ഭക്ഷണത്തിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് കൈകൾ വർദ്ധിക്കുന്നതാണ്. കൈകൾ വർദ്ധിക്കുന്ന ഭക്ഷണം. നമ്മൾ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് KFC ഒറ്റയ്ക്ക് മൂലൊക്കെ പോയി തിന്ന, KFC തിന്നാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണത്. ഒറ്റയ്ക്ക് വന്നു ഒന്ന് ഷെയർ ചെയ്യേ, ഒരൽപ്പം ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒറ്റയ്ക്ക് മൂലക്ക് പോയിരുന്ന് ആ തീറ്റയുടെ പിഷ്കന്മാരാണത് ചെയ്യാന്ന. നാട്ടിൽ നിന്ന് വിസിറ്റ് വന്നാലൊക്കെ ചിലരങ്ങനെ ചെയ്യാറുണ്ട്.
പിന്നെ കുറച്ച് നമ്മൾ ഇടയിലൂടെ ഒരു ബാച്ചിലർ റൂമിലൊക്കെ ജീവിക്കേണ്ടത് നല്ലതാണ്. ഹോസ്റ്റലുകളിൽ പോയി പഠിക്കണതൊക്കെ കുറച്ച് ഷെയറിങ് ആൻഡ് കെയറിങ് ഇതൊക്കെ പഠിക്കാൻ പറ്റും. നാട്ടിൽ നിന്ന് ഒറ്റക്ക് ഉമ്മ ഒറ്റക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പ്ലേറ്റ് തിന്നതായി സ്വന്തമായിട്ടൊരു കട്ടിൽ റൂമുണ്ടായ മനുഷ്യനാ. യാ റബ്ബേ, താഴെയും മേലെ നോക്കിയ മനുഷ്യന്മാര് കൂർക്കം സൈഡിലും ഉറങ്ങുന്നത് താഴെയും ഉറക്കം. പടച്ചോനെ, അങ്ങനെ ഓടിപ്പോയ എത്ര ആൾക്കാരുണ്ട്. ഇതാണോ ഗൾഫ് എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഷെയറിങ്, പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്. എത്ര കൂർക്കം വലിച്ച് ഉറങ്ങാണെങ്കിലും ഉറങ്ങാൻ പറ്റും. അല്ലാത്തവർക്ക് വെളിച്ചം കണ്ട ഉറക്കു പോകുന്ന മനുഷ്യന്മാർ, ഒരു ചെറിയ സൗണ്ട് കേട്ടാൽ ഉറക്കു പോകുന്ന ആൾക്കാർ, ഒരു കൊല്ലം ബാച്ചലർ റൂമിൽ നിൽക്കുകയോ ഒരു തന്റെ ഫോൺ വിളി എത്ര ഫോൺ വിളിച്ചാലും മറ്റോ ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രശ്നമില്ല. ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാ? ഷെയറിങ്ങിലൂടെ പഠിച്ചതാ. കസറത്തുൽ ഐദി, നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കിൻ, ഭക്ഷണത്തിലേക്ക് കൈകളുടെ എണ്ണം വർദ്ധിക്കിൻ, ഭക്ഷണത്തിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുവരിൻ. അവർക്ക് അതിൽ ഭക്ഷണമുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ഷെയർ ചെയ്യിപ്പിക്കണം. ഒറ്റയ്ക്ക് സെൽഫിഷ് ആവരുത്. നിങ്ങൾ കസറത്ത് അലൈഹിൽ ഐദി, ഒരുപാട് കൈകൾ വർദ്ധിക്കുന്ന ഭക്ഷണത്തിൽ അല്ലാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ബിമഅനൽ ഹദീസ്, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടവല് കൊണ്ട് കൈ തുടക്കല്ലേ, കൈകൾ ഊമ്പുന്നത് വരെ. കൈകൾ വിരലുകൾ ഊമ്പിയിട്ട്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ കറി ഉപയോഗിച്ച് കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് ഒരു ഹുബ്ബുസും കുറച്ച് ഹുമ്മുസാണ്, അവിടെ നിന്ന് കൈ ഊമ്പാനൊന്നും അധികം ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മുടെ ഈ കുഴക്കുന്ന സാമ്പാറും മീൻകറിയൊക്കെ ആണെങ്കിൽ കൈമലക്ക്, അതൊക്കെ ഭക്ഷണമല്ലേ. ഓരോ തേങ്ങ അരച്ചു വെച്ചതിന്റെ അംശങ്ങളും ഒരുപാട് മഞ്ഞളും മുളകും ഉപ്പൊക്കെ അതുമല്ലേ, അതൊക്കെ ഭക്ഷണമാണ്. അത് കൊണ്ടുപോയി കളയല്ല. കൈയൊന്ന് വൃത്തിയാക്കിൻ, തളിക വൃത്തിയാക്കണം. അത് നിങ്ങൾ ഊമ്പിയിട്ടെങ്കിലും വൃത്തിയാക്കണം. ഊമ്പാന്ന് പറഞ്ഞ വിസിലടിക്കണ ഊമ്പരുതേ. അതൊക്കെ വളരെ വൃത്തിയിൽ ചെയ്യാൻ പറ്റും. ഇതാപ്പങ്ങൾ ഇസ്ലാം എന്ന് പറയും. ബാക്കിയുള്ള കേട്ടാ പടച്ചോനെ, സബീലൊന്നോ ഊമ്പുന്നതിന്റെ വിസിലിന്റെ സൗണ്ടേ, വിരലൊക്കെ ഊരിപ്പോരുന്ന യാതി ഊമ്പൽ, അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ വൃത്തിയായിട്ട് നല്ല മട്ടത്തിൽ എന്ത് ചെയ്യുക, വൃത്തിയാക്കുക. ഭക്ഷണത്തിന്റെ ഒരു അംശം വേസ്റ്റിലേക്ക് പോകരുത്. ഏതിലാണ് ബറക്കത്ത് എന്നവൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ അവൻ കഴിച്ച ഭക്ഷണത്തിന്റെ മുഴുവൻ ബറക്കത്തും കിടക്കുന്നത് അവന്റെ വിരലുകളിൽ കിടക്കുന്ന 4 വറ്റിലായിരിക്കാം. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ നിസ്കരിക്കാൻ ഉന്മേഷമുണ്ടാകൂ. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ ഒന്ന് നോമ്പ് നോൽക്കാൻ ധൈര്യം വരൂ. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ അവന്റെ ശരീരത്തിലുള്ള പോഷണം കൊണ്ട് സൽക്കർമ്മം ചെയ്യാൻ സാധിച്ചെന്ന് വരൂ. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുത്തു വെച്ചാൽ തൻസിലുൽ ബറക്കത്തു ഫീ വസതിഹാ, ഭക്ഷണത്തിന്റെ മധ്യത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് ഇറക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ തളികയുടെ മധ്യത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് തരും. അത് ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്ന് അല്പാൽപമായി വീതിച്ചെടുക്കണേ. നടുവത്തത് മുഴുവൻ ഒരാൾ കോരിയെടുത്തു, ബറക്കത്ത് മുഴുവൻ എനിക്ക് കിട്ടട്ടെ, അവന് കിട്ടൂല. അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യരുത്. ഓരോരുത്തർ മധ്യത്തിലാണ് ബറക്കത്തിറങ്ങണത്. ഇതൊക്കെ ഫമിൻഹു യഅ്കുലൂൻ, നിങ്ങൾ തിന്നണില്ലേ? ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ പറയാം. അള്ളാഹു ഈ സുന്നത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ, കൂലി കിട്ടുന്ന വിഷയങ്ങളാണ്. അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി.